ലേണേഴ്സ് ലൈസൻസ് ഇല്ലാതെ പൊതുനിരത്തിൽ ഒറ്റയ്ക്ക് വാഹനം ഓടിക്കുന്നതോ സ്വയം ഓടിക്കാൻ പഠിക്കുന്നതോ ശിക്ഷാർഹമാണ്. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടുകൂടി ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ ശിക്ഷണത്തിൽ ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. അപകടം ഒഴിവാക്കും. വെറുതെ റോഡിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ സ്റ്റിയറിംഗ് ബാലൻസ് സ്റ്റഡി ആകുന്നതിനെ കുറിച്ച് മാത്രമുള്ള ഒരു വീഡിയോ അല്ല ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതായത് നമ്മളൊരു വാഹനം ഇടത് സൈഡിൽ നിന്ന് റോഡിലേക്ക് എടുക്കുമ്പോൾ തന്നെ പലർക്ക് സ്റ്റിയറിംഗ് തെറ്റിപ്പോകും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നമ്മുടെ ചാനലിലെ അടുത്ത പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ആദ്യമായിട്ട് വാഹനം ഓടിക്കുന്ന പലർക്കും തന്നെ, അല്ലെങ്കിൽ ഒരുപാട് വണ്ടി ഓടിച്ച് പരിചയമില്ലാത്ത പലർക്കും തന്നെ ഡ്രൈവിംഗില് പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയാത്ത ഒരു ഡ്രൈവിംഗിൽ ഒരു വലിയ പ്രോബ്ലം ഉണ്ട്. അതായത് സ്റ്റിയറിംഗ് ബാലൻസ് തെറ്റിപ്പോകും. വെറുതെ റോഡിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ സ്റ്റിയറിംഗ് ബാലൻസ് സ്റ്റഡി ആകുന്നതിനെ കുറിച്ച് മാത്രമുള്ള ഒരു വീഡിയോ അല്ല ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതായത് നമ്മളൊരു വാഹനം ഇടത് സൈഡിൽ നിന്ന് റോഡിലേക്ക് എടുക്കുമ്പോൾ തന്നെ പലർക്ക് സ്റ്റിയറിംഗ് തെറ്റിപ്പോകും. അതുപോലെ തന്നെ നമ്മുടെ വണ്ടി റോഡ് സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡ് ചേർത്ത് പാർക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിംഗ് തെറ്റിപ്പോകും. കാരണം വണ്ടിയുടെ മുൻവശം ലെഫ്റ്റ് സൈഡ് ഒതുങ്ങും, വണ്ടിയുടെ ബാക്ക് പലപ്പോഴും റോഡിന് പുറത്തു പോകും. വളവിൽ സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റത്തില്ല, റോഡിന്റെ നടുക്ക് പലപ്പോഴും വണ്ടി പോകുന്ന പ്രശ്നം വരും. അപ്പോൾ ഇതെല്ലാം പരിഹരിക്കാനായിട്ട് നിങ്ങൾ എങ്ങനെ വാഹനം പ്രാക്ടീസ് എടുക്കണമെന്നുള്ളത് ഞാൻ ഇവിടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കുന്നത് മുതൽ കാണിച്ചു തരാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യും. ആദ്യമായിട്ട് വാഹനം പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കെല്ലാം നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നമുക്കൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിംഗ് സ്റ്റഡി ആകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ വേഗത ബാലൻസ് ചെയ്യണം. എന്ന് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ചില ആൾക്കാർക്ക് സ്പീഡ് കൂടുന്നതിനനുസരിച്ച് സ്റ്റിയറിംഗ് തെറ്റിപ്പോകും, പ്രത്യേകിച്ച് ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക്. അപ്പം നിങ്ങൾക്ക് ഏത് സ്പീഡിൽ ഓടിക്കുമ്പോഴാണ് സ്റ്റിയറിംഗ് സ്റ്റഡി ആകുന്നത്, ആ സ്പീഡിൽ നിങ്ങൾ ആദ്യം ബാലൻസ് ചെയ്യുക. പരമാവധി ആദ്യമൊക്കെ ഓടിക്കുന്ന സമയത്ത് ഒരു 30-35 കിലോമീറ്റർ വേഗത, അല്ലെങ്കിൽ മാക്സിമം ഒരു 40 കിലോമീറ്റർ വേഗതയ്ക്ക് അപ്പുറം പോകാത്ത രീതിക്ക് ഡ്രൈവ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് അത്യാവശ്യം സ്റ്റഡി ആയിട്ട് കിട്ടും. ഇപ്പോൾ എൻ്റെ വണ്ടി ഇതുകൊണ്ട് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് പാർക്ക് ചെയ്തേക്കാണ്. ഞാൻ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് വണ്ടി എടുക്കാൻ പോകണം. നിങ്ങൾ നോക്കുക, ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് വരുന്നു. എന്നിട്ട് ഇവിടുന്ന് നമ്മൾ വാഹനം എടുക്കുമ്പോൾ സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കാനായിട്ട്, അതായത് റോഡിലേക്ക് വണ്ടി ഇറങ്ങി കഴിഞ്ഞാൽ വണ്ടി റോഡിൽ സ്റ്റഡി ആയി കിട്ടണം. അതിന് ഞാൻ ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്, ഇപ്പോൾ എൻ്റെ വണ്ടിയുടെ സ്റ്റിയറിംഗ് നേരെയാണ്. ഇവിടുന്ന് ഞാൻ ഒരു റൗണ്ട് സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് പിടിക്കുന്നു. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റിയറിംഗ് ഒരു റൗണ്ട് റൈറ്റ് സൈഡിലേക്ക് പിടിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, പതിയെ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് വാഹനം റോഡിലേക്ക് എടുത്തു. ഇപ്പം നിങ്ങൾ നോക്കിയാൽ വാഹനം റോഡിലേക്ക് എടുത്തു. ഒരു കാരണവശാലും നമ്മുടെ വണ്ടി റോഡിന്റെ നടുക്ക് പോകാനായിട്ട് അനുവദിക്കത്തില്ല. ഏകദേശം നമ്മളിത് ഈ ഒരു സ്പേസിൽ ഇങ്ങനെ നിർത്തും. നിർത്തിയതിന് ശേഷം അടുത്ത സ്റ്റെപ്പ്, അതായത് റണ്ണിങ്ങിൽ തന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, ക്ലച്ച് അയച്ച് ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് ഇടത് സൈഡിലേക്ക് പിടിച്ചു. രണ്ടാമത്തെ സ്റ്റെപ്പ് ഇടത് സൈഡിലേക്ക് പിടിച്ച് വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. വീണ്ടും സ്റ്റിയറിംഗ് ഒന്ന് നേരെയാക്കി കൊടുക്കുന്നു. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് എടുത്ത സമയത്തൊന്ന് വലത് പിടിച്ചു, വലത് പിടിച്ചതിനെ വീണ്ടും ഇടത് പിടിച്ചു, ഇടത് പിടിച്ചതിനെ വീണ്ടും നേരെയാക്കി കൊടുത്തു. അപ്പോൾ നമ്മുടെ വണ്ടി കൊണ്ട് പ്രോപ്പറായിട്ട് റോഡിന്റെ ലെഫ്റ്റ് സൈഡ് ചേർന്നു. എന്നിട്ട് ഇനി വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സ്റ്റിയറിംഗ് തെറ്റാതിരിക്കാനായിട്ട് നിങ്ങളുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് റോഡിന്റെ ലെഫ്റ്റ് സൈഡ് മാത്രമായിരിക്കണം. അതായത് ഇങ്ങോട്ട് മെയിൻ ആയിട്ട് നോക്കുക. ലെഫ്റ്റ് ലൈൻസ് ഉണ്ടല്ലോ, ലൈൻസ് ഉണ്ടെങ്കിൽ അവിടെ നോക്കുക. അല്ലെങ്കിൽ ലൈൻസ് ഇല്ലാത്ത റോഡാണെങ്കിൽ ലെഫ്റ്റ് റോഡിന്റെ എൻഡ് നോക്കുക. ഒരു കാരണവശാലും നടുക്കോട്ടോ വലത് സൈഡിലേക്കോ മെയിൻ ഫോക്കസ് കൊടുക്കരുത്. ലെഫ്റ്റ് നമ്മൾ ചേർന്ന് നോക്കി ആ ഒരു ഭാഗം ചേർന്ന് ഓടിക്കാൻ ശ്രമിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വണ്ടി റോഡിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരും. അപ്പോൾ ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, എന്നിട്ട് ഇപ്പം നിങ്ങൾ നോക്കിയേ, ഞാൻ എൻ്റെ വാഹനത്തിന്റെ വേഗത ആക്സിലറേഷൻ പതിയെ കൺട്രോൾ ചെയ്ത് ഞാൻ ഇങ്ങനെ ഇതുകൊണ്ട് ചെറിയൊരു കയറ്റം കയറി വരികയാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ വളവ് വന്നു. വളവ് വരുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ വാഹനം ഈ റോഡിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു ചെറിയ ഗ്യാപ്പ് ഇടുക. എന്ന് പറഞ്ഞാൽ ഒത്തിരി ഗ്യാപ്പ് ഇടാൻ പാടില്ല, ചെറിയൊരു ഗ്യാപ്പ് മാത്രം ഇടുക. എന്നാൽ ലെഫ്റ്റ് ചേർന്ന് പോവുക. അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടി ലെഫ്റ്റും ആയിരിക്കും, നമ്മുടെ വണ്ടിയുടെ ബാക്ക് റോഡിന് വെളിയിലേക്ക് ഇറങ്ങത്തില്ല. പല ആൾക്കാരും എന്ത് ചെയ്യും, ഈ വളവ് വരുന്ന സമയത്ത് ഒരുപാട് വണ്ടി ലെഫ്റ്റിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിക്കും. ഒത്തിരി ചേർത്ത് പിടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മുടെ വണ്ടിയുടെ ബാക്ക് റോഡിന് വെളി ചാടും. പ്രത്യേകിച്ച് പുറകെ കുഴി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, കുഴിയിലേക്ക് നമ്മുടെ വണ്ടി ചാടും, അതായത് വളവിൽ. അപ്പം നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് ഇടുക. അതിനർത്ഥം വണ്ടി നടുക്കോട്ട് പോകാനും പാടില്ല. കാരണം വളവിൽ നടുക്ക് പോയി കഴിഞ്ഞാൽ വലിയ അപകടം ഉണ്ടാവും. നടുക്ക് പോകാതെ ചെറിയൊരു ഗ്യാപ്പ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇടുക. അപ്പം ചെറിയ ഗ്യാപ്പ് എങ്ങനെ ഇടാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. അതായത് ഇപ്പോൾ ഇവിടുന്ന് ഈ വരുന്ന ലൈൻസ് ഉണ്ടോ, ഈ വന്നേക്കുന്ന ലൈൻസ് എനിക്ക് ഏകദേശം കാണാൻ കഴിയുന്നത് ഈ ഒരു സ്പേസിലാണ്. അതായത് ഈ ഒരു സ്പേസിലാണ് ആ ലൈൻ കാണാനായിട്ട് കഴിയുന്നത്. അപ്പം ഞാൻ ഇങ്ങനെയാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ ലെഫ്റ്റ് ലൈനുമായിട്ട് ഞാൻ ഒരു ഗ്യാപ്പ് ഇട്ടാണ് വാഹനമായിട്ട് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഒത്തിരി ലെഫ്റ്റ് സൈഡിലേക്ക് ചേർന്നിട്ടുമില്ല, നടുക്കോട്ട് വാഹനം പോകത്തില്ല, ഒരു ഗ്യാപ്പ് ഇട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഗ്യാപ്പ് നിങ്ങൾ ഇവിടെ ലൈൻസ് ഉണ്ടെങ്കിൽ ലൈൻസ്, ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ ലൈൻസ് ഇല്ലാത്ത ഏരിയ ആണെന്നുണ്ടെങ്കിൽ അവിടെ റോഡിൻ്റെ ലെഫ്റ്റ് എൻഡ് മാത്രം നോക്കുക. അപ്പം നിങ്ങൾക്ക് ഒരു നിശ്ചിത ഗ്യാപ്പ് ഇട്ട് ഡ്രൈവ് ചെയ്ത് വരാനായിട്ട് കഴിയും. നിങ്ങൾ അടുത്തതായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ആ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിംഗ് മെയിനായിട്ട് തെറ്റുന്ന എപ്പോഴാണ്, ഗിയർ മാറ്റുമ്പോഴാണ്. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ വാഹനം എപ്പോഴും സ്റ്റഡി ആക്കിയിട്ട് ഗിയർ മാറ്റുക. അതായത് ഇപ്പോൾ എൻ്റെ വണ്ടി ഇതുണ്ട്, റോഡിൽ ലെഫ്റ്റായി നേരെ ആക്കിയതിന് ശേഷം ഒരു കൈ കൊണ്ട് ഇവിടെ സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്യുന്നു, ഗിയർ ലിവറെ നോക്കാതെ ക്ലച്ച് പിടിച്ചു, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു, നോക്കുക. അപ്പോൾ രണ്ടാമത്തെ ഗിയറിൽ വന്നു, വീണ്ടും രണ്ട് കൈയും സ്റ്റിയറിംഗ് വീലിൻ്റെ സെൻറ്റർ ഏരിയയിൽ പിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ലെഫ്റ്റ് സൈഡിലേക്ക് വന്ന് ലെഫ്റ്റ് ചേർന്ന് ഓടിക്കുക. എന്നിട്ട് സ്പീഡ് കൂടുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റിയറിംഗ് തെറ്റുന്നുണ്ടെന്ന് തോന്നിയാൽ ബ്രേക്ക് ബാലൻസ് ചെയ്ത്, ഇറക്കത്താണെങ്കിൽ ബ്രേക്ക് ബാലൻസ് ചെയ്ത് വണ്ടിയുടെ വേഗത കുറച്ചുകൊണ്ട് ഇതുപോലെ പതിയെ സ്റ്റിയറിങ്ങിനെ നേരെയാക്കി കൊടുക്കുക. അപ്പം നമ്മുടെ വണ്ടി റോഡിൻ്റെ ഇടത് കിട്ടും. ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ലെഫ്റ്റ് സൈഡ് ചേർന്ന് പരമാവധി ഡ്രൈവ് ചെയ്യുക, നടുക്കോട്ട് പോകാതിരിക്കും. ഇപ്പം നിങ്ങൾ നോക്കിയാൽ ലെഫ്റ്റ് സൈഡ് ചേർന്ന് വരുന്നു, വീണ്ടും എന്ത് ചെയ്യുന്നു, ആക്സിലറേഷൻ കൊടുക്കുന്നു. സ്റ്റിയറിംഗിന്റെ നടുഭാഗത്ത് 9-3 പൊസിഷനിലാണ് ഞാൻ കൈ പിടിച്ചേക്കുന്നത്. എന്നിട്ട് സ്റ്റിയറിംഗ് ഇങ്ങനെ എടുത്തെടുത്ത് തിരിക്കുക. ഒരു കാരണവശാലും നിങ്ങൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തിരിക്കരുത്. അങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് തെറ്റിപ്പോവും. ഈ 9-3 പൊസിഷനിൽ തന്നെ സ്റ്റിയറിംഗ് പിടിക്കുക. എന്നിട്ട് ഓരോ വളവ് വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യണം, നിങ്ങളിങ്ങനെ എടുത്തെടുത്ത് പതിയെ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള ആ ലൈൻസുമായിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ തിരിക്കുന്നു, വീണ്ടും ഒന്ന് നേരെയാക്കി കൊടുക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, വീണ്ടും ചെറിയൊരു വളവ് വന്നപ്പോൾ തന്നെ പതിയെ എടുത്ത് നമ്മൾ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചാൽ ഉടൻ തന്നെ പതിയെ ഒന്ന് നേരെയാക്കി കൊടുക്കുന്നു. വീണ്ടും വലത് സൈഡിലേക്ക് ഒരു വളവാണ്, പതിയെ നമ്മൾ എടുത്തെടുത്ത് തിരിക്കുന്നു. അപ്പം സ്പീഡ് ഇതുകൊണ്ട് ഇപ്പം ഞാൻ പോകുന്ന ഒരു 20 കിലോമീറ്റർ വേഗതയുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ അടുത്ത ഗിയർ ഇപ്പം ഞാൻ സെക്കൻഡ് വരുവാണ്. ഇനി തേർഡ് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, നിങ്ങളുടെ വണ്ടി ലെഫ്റ്റ് സൈഡ് ആണെന്ന് ഉറപ്പ് വരുത്തുക, അല്ലെങ്കിൽ നിങ്ങളുടെ വാഹനം പ്രോപ്പറായിട്ട് നേരെയാണെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം ഗിയർ എടുക്കുക. ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഞാൻ ഇങ്ങനെ ലെഫ്റ്റ് ഗിയർന്ന് വന്നിട്ട് വണ്ടി നേരെയാണെന്ന് ഞാൻ ഉറപ്പ് വരുത്തുന്നു. എന്നിട്ട് ഒരു കൈ കൊണ്ട് ഇവിടെ സ്റ്റിയറിങ്ങിന് ഇങ്ങനെ ബാലൻസ് ചെയ്തുകൊണ്ട് അപ്പോൾ നമുക്ക് ഒരു കൈ കൊണ്ട് ബാലൻസ് ചെയ്യാം. എന്നിട്ട് വണ്ടിക്ക് ഒരു ഇത്തിരി സ്പീഡ് ആക്കിയിട്ട് ക്ലച്ച് പിടിക്കുന്നു, തേർഡിലേക്ക് ഇടുന്നു. തേർഡിലേക്ക് ഇട്ടിട്ട് വലത് കൈ കൊണ്ട് ഞാൻ സ്റ്റിയറിങ്ങിനെ ഇങ്ങനെ ഇങ്ങോട്ട് തിരിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ ഗിയർ ഇടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ വലത് കൈ കൊണ്ട് നമ്മൾ സ്റ്റിയറിങ്ങിനെ തിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോൺസെൻട്രേഷൻ കൂടെ നിങ്ങൾ ഇവിടെ കൊടുക്കണം, നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും രണ്ട് കൈയും സ്റ്റിയറിംഗിലേക്ക് വരിക. ഇപ്പം ഞാൻ വീണ്ടും എന്ത് ചെയ്യുന്നു, ഒരു കൈ കൊണ്ട് ഇവിടെ ഇങ്ങനെ ബാലൻസ് ചെയ്തുകൊണ്ട് ഫോർത്ത് ഗിയറിലേക്ക് ഇടുകയാണ്. എന്നിട്ട് ഇങ്ങനെ വരുന്നു, രണ്ട് കൈയും വരുന്നു. വീണ്ടും ഒരു വളവിലേക്ക് വരുമ്പോൾ വളവിന് മുന്നമേ ഞാൻ എന്ത് ചെയ്തു, ഒന്ന് ബാലൻസ് ചെയ്തിട്ട് തേർഡിലേക്ക് ഇടുന്നു. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു, ക്ലച്ച് അയച്ച് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് ഇങ്ങനെ എടുത്ത് തിരിച്ച് ലെഫ്റ്റ് സൈഡ് ചേർന്ന് നമ്മൾ വരികയാണ്. ഇനി അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റുന്നതെന്ന് പറയുന്നത് ഗിയർ ഇടുമ്പോഴാണ്. അപ്പോൾ ഗിയർ ഇടുമ്പോൾ തെറ്റുന്നത് നിങ്ങളുടെ ഒരു കൈ സ്റ്റിയറിംഗിൽ നിന്ന് മാറുന്ന സമയത്താണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഒരു കൈ കൊണ്ട് സ്റ്റിയറിങ്ങിനെ ബാലൻസ് ആക്കാനായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ഒരു ശ്രമം നടത്തുക. അതിനെന്ത് ചെയ്യണം, ഈ ഒരു ഭാഗത്ത് കൈ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഒരു കൈ ജസ്റ്റ് ഫ്രീ ആക്കിയിട്ട് ഈ ഒരു ഭാഗത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്യുക. ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഞാൻ ഇവിടെ തേർഡ് ഗിയറിൽ ഇങ്ങനെ വരികയാണ്. ഇതുകൊണ്ട് ലെഫ്റ്റ് സൈഡ് ഞാൻ ഇങ്ങനെ ചേർന്ന് ഈ ഒരു സൈഡിലേക്ക് ഞാൻ ഇങ്ങനെ ചേർന്ന് വരുന്നു. ചേർന്ന് വന്നാൽ ഉടൻ തന്നെ എന്ത് ചെയ്യുന്നു, വീണ്ടും ഇങ്ങനെ കൈ പിടിച്ച് നേരെയാക്കുന്നു. നിങ്ങൾ നോക്കുക, നേരെയായി. അതിനുശേഷം ഇങ്ങനെ നമ്മൾ പ്രോപ്പറായിട്ട് ലെഫ്റ്റ് സൈഡ് ചേർന്ന് വരികയാണ്. ഇങ്ങനെ നിങ്ങളൊന്ന് ബാലൻസ് ചെയ്യുക. ഇങ്ങനെ ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഗിയർ ഇടുമ്പോൾ നിങ്ങൾക്ക് തെറ്റത്തില്ല, നിങ്ങളുടെ കൈ ഒന്ന് പെട്ടെന്ന് മാറുമ്പോൾ നിങ്ങൾക്ക് തെറ്റത്തില്ല. അതിനുശേഷം ലെഫ്റ്റിലേക്ക് വരുന്നു, ഇങ്ങനെ തേർഡ് ഗിയർ വരികയാണ്. ഇനി ഞാനിവിടെ ഫോർത്ത് കൊടുക്കണമെന്ന് തോന്നിയായിരുന്നു, ഫോർത്ത് കൊടുത്താൽ പോലും എൻ്റെ വണ്ടിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നു. എന്നിട്ട് ഇങ്ങനെ വളവ് വരുമ്പോൾ ഞാൻ ഇങ്ങനെ താഴോട്ട് പിടിക്കുന്നു. അപ്പോൾ ഇവിടെ കൈ ബാലൻസ് ചെയ്താലുള്ള ഒരു ഗുണം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതായത് എനിക്ക് വാഹനം ഇങ്ങനെ ഓടിച്ചു വരുന്ന സമയത്ത് എനിക്ക് ഇത്രത്തോളം ലെഫ്റ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് ഇങ്ങനെ തിരിക്കാൻ പറ്റും, ഇത്രത്തോളം എനിക്ക് റൈറ്റ് സൈഡിലേക്ക് തിരിക്കുക. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഗുണമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ബാലൻസ് ചെയ്യുക. ഇനി അടുത്തതായിട്ട് നമ്മൾ സ്റ്റിയറിംഗ് ബാലൻസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് പറയുന്നത്. അതായത് നമ്മൾ വാഹനം ഇനി റോഡ് സൈഡിലേക്ക് ഒതുക്കി നിർത്തുന്ന സമയത്ത് നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റാൻ പാടില്ല. അപ്പോൾ അവിടെ എന്താണ് ചെയ്യേണ്ടത്, അവിടെ നിങ്ങൾ 3 സ്റ്റെപ്പിലൂടെ വാഹനം ലെഫ്റ്റ് സൈഡ് ചേർത്ത് നിർത്തുക. എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങളെ
നിങ്ങളെ കാണിച്ചു തരാം. അതായത് ഇപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ തേർഡ് ഗിയറിൽ വരികയാണ്. എനിക്കിവിടെ വാഹനം ഇതുകൊണ്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്ത് നിർത്തണമെന്ന് കരുതുക. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് പരമാവധി വരുന്നു. എന്നിട്ട് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ നമ്മൾ ഫസ്റ്റ് കൊടുക്കുക. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തതിന് ശേഷം ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതുണ്ട്, സ്റ്റിയറിംഗ് പരമാവധി ലെഫ്റ്റിലേക്ക് പിടിച്ച് നമ്മുടെ വാഹനം ഈ റോഡിൻ്റെ ഇതുണ്ട് ലെഫ്റ്റ് ഈ ഒരു ഭാഗത്തേക്ക് ചേർക്കുന്നു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗം ചേർന്നാൽ ഉടൻ തന്നെ എന്ത് ചെയ്യുന്നു, നമ്മൾ റൈറ്റ് സൈഡിലേക്ക് പിടിക്കുന്നു. ഇതുണ്ടോ, റൈറ്റ് സൈഡിലേക്ക് പിടിച്ച് പരമാവധി ഒതുക്കുവാണ്. ഇത് റൈറ്റ് സൈഡിലേക്ക് പിടിച്ച് വണ്ടി നേരെയായെന്ന് വരുന്നു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കണം. വീണ്ടും എന്ത് ചെയ്യുന്നു, സ്റ്റിയറിങ്ങിനെ നമ്മൾ ഇതുപോലെ സ്റ്റഡി ആക്കിയിട്ട് ജസ്റ്റ് നേരെ മുന്നിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ വണ്ടി പരമാവധി ഈ ചെറിയ ഗ്യാപ്പിൽ ഞാൻ ഇട്ടേക്കാണ്. ഇത് കണ്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്റ്റിയറിങ്ങിനെ ഒതുക്കാൻ പറ്റും. അതായത് ലെഫ്റ്റ് പിടിക്കുന്നു, റൈറ്റ് പിടിക്കുന്നു, സ്റ്റിയറിങ്ങിനെ ഒന്ന് നേരെയാക്കി നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോപ്പറായിട്ട് വണ്ടി പാർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ മെത്തേഡുകൾ നിങ്ങൾ ഡ്രൈവിങ്ങിൽ കറക്റ്റായിട്ട് മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. പ്രോപ്പറായിട്ട് ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് വാഹനം പാർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് നാളെ മറ്റൊരു അറിവുമായിട്ട് കാണാം. ഓക്കെ, ബൈ.